ഭാഷകൾക്കപ്പുറം, പ്രായഭേദങ്ങൾക്കപ്പുറം, വർഗ വ്യത്യാസങ്ങൾക്കപ്പുറം ഇന്നും അഭ്രപാളികളിലെ വിസ്മയം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ പുതിയൊരു ഉദ്യമത്തിനാണ് തുടക്കം കുറിക്കുന്നത്. സമൂഹത്തിൻ്റെ എല്ലാ അടരുകളിൽ നിന്നുമുള്ള 101 ചലച്ചിത്ര പ്രേമികൾ തങ്ങളുടെ ഇഷ്ട സിനിമയെക്കുറിച്ച് ഓർത്തെടുക്കുന്നു. അതെ, 101 സിനിമകൾ 101 ഹൃദയങ്ങളിലൂടെ ഇവിടെ തുടങ്ങുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് എന്ന ചോദ്യത്തിന് എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഉത്തരം ഒരു വടക്കൻ വീരഗാഥ എന്നുള്ളതാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ക്ലാസിക് എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു ചലച്ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ. ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയുടെ സ്ഥാനം കണക്കാക്കിയാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയിലെയും ക്ലാസിക്കുകളായിട്ട് ഇതിനെ പരിഗണിക്കാം. എന്തുകൊണ്ടാണ് ക്ലാസിക് എന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, കാലാതീതമായി ഈ ചലച്ചിത്രം നിലനിൽക്കുന്നുള്ളതാണ്. ഏതാണ്ട് 3.5 പതിറ്റാണ്ട് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1989 ഏപ്രിൽ 14 വിഷുവിന് റിലീസ് ചെയ്ത സിനിമയാണത്. അന്ന് കണ്ടവർക്കും ഇന്ന് പുതുതായി കാണുന്നവർക്കും ഒരേ തീവ്രതയോടെ ഈ സിനിമയെ ആസ്വദിക്കാനാവുന്നു എന്നുള്ളതാണ് ഈ ചലച്ചിത്രം ക്ലാസിക് എന്ന പരമ്പരയിലേക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം. ഒരു ചലച്ചിത്രത്തിൻ്റെ എല്ലാ മേഖലകളിലും കാലത്തെ അതിജീവിക്കുന്ന മേന്മ പുലർത്താനായിട്ട് ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. MT എന്ന മഹാമേരു തീർത്ത തിരക്കഥ സമാനതകളില്ലാത്ത ഒരു അനുഭവമായി മാറി. അന്നുവരെ കേട്ട് തഴമ്പിച്ച, ഓർമ്മകളിൽ ഉറഞ്ഞുപോയ വടക്കൻ പാട്ടിലെ ഒരു സുപ്രധാന ഏട് കീഴ്മേൽ മറിയുകയും പുതിയൊരു ഏട് സംശയത്തിനിട നൽകാത്ത വിധം പ്രേക്ഷക മനസ്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. അന്നുവരെ വടക്കൻ പാട്ടിലെ വെറുക്കപ്പെട്ട വില്ലനായിരുന്ന ചന്തു പ്രേക്ഷക മനസ്സിൽ വീരനായകനായി മാറി. ജീവിതത്തിലുടനീളം പരാജയം അനുഭവിച്ച ചന്തു പരാജയത്തിൽ കൂടി തന്നെ പ്രേക്ഷക മനസ്സിൽ നായകസ്ഥാനത്തേക്ക് കടന്നു വരികയായിരുന്നു. MTയുടെ ലക്ഷണമൊത്ത തിരക്കഥയെ ഹരിഹരൻ എന്ന സർഗാധനായ സംവിധായകൻ അഭ്രപാളികളിലെ ദൃശ്യവിസ്മയമാക്കി മാറ്റി. എല്ലാ തലത്തിലും ഇപ്പോൾ ബോംബെ രവിയുടെ ഇണങ്ങൾക്ക് കൈതപ്രവും ജയകുമാറും രചിച്ച വരികൾ യേശുദാസും ചിത്രയും അവിസ്മരണീയമായ സുന്ദര ഗാനങ്ങളാക്കി മാറ്റി. ഇന്ദുലേഖ കൺതുറന്നു എന്ന ഒരൊറ്റ ഗാനത്തിലെ ചിത്രീകരണം മതി അതിൻ്റെ ദൃശ്യാനുഭവം എത്രത്തോളം ഭംഗിയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. P. രാമചന്ദ്രബാബു എന്ന വളരെ പ്രശസ്തനായ ഛായാഗ്രാഹകൻ, അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി ഈ ചിത്രത്തിലൂടെ. ഒപ്പം വസ്ത്രാലങ്കാരത്തിൽ P. കൃഷ്ണമൂർത്തിയുടെ വസ്ത്രാലങ്കാരം ദേശീയ അവാർഡിന് അർഹനാക്കിയ ഒരു സിനിമ കൂടിയായിരുന്നു. MTയുടെ ആഴത്തിലുള്ള തനത് വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടുള്ള കഥാപാത്ര സൃഷ്ടികൾ, അവയെ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച അഭിനേതാക്കളും ഒരുപക്ഷെ സാധാരണ ജനങ്ങളെ ഈ സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചതിൻ്റെ കാരണം അതാണ്. വലിയ കണ്ണപ്പച്ചേകവരായി ബാലൻ കെ നായർ, ആരോമലായി സുരേഷ് ഗോപി എന്നിവർ മികച്ച അഭിനയം കാഴ്ചവെച്ചപ്പോൾ അരിങ്ങോടനായി ക്യാപ്റ്റൻ രാജു അരങ്ങുവാഴുകയായിരുന്നു. അതുപോലെ മോഹവും പ്രണയവും പകയും പ്രതികാരവും ഇതെല്ലാം തൻ്റെ മനോഹരമായ മിഴികളിലൂടെ ആവിഷ്കരിച്ച മാധവി പുണ്യാർച്ചയായി തിരശ്ശീലയിൽ നിറഞ്ഞു നിന്നു. എല്ലാത്തിനുമുപരി ചന്തു ഒരുപക്ഷെ MTയുടെയോ ഹരിഹരൻ്റെയോ പ്രതീക്ഷകൾക്കും അപ്പുറം മമ്മൂട്ടി എന്ന മഹാനടൻ നിറഞ്ഞാടിയപ്പോൾ സിനിമാ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരിക്കലും മായ്ക്കാനാവാത്ത ഒരു സ്ഥാനം അടയാളപ്പെടുത്തുകയായിരുന്നു. ഡയലോഗ് പ്രസൻറ്റേഷനിൽ തന്നോളം പോകുന്ന ഒരു നടൻ ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം തെളിയിച്ച ഒരു സിനിമ കൂടിയാണ്. കാലങ്ങൾക്കിപ്പുറവും വടക്കൻ വീരഗാഥയിലെ മൂർച്ചയേറിയ ഡയലോഗുകൾ സമൂഹത്തിൽ വീണ്ടും വീണ്ടും മുഴങ്ങി കേൾക്കുന്നുവെങ്കിൽ സംശയിക്കേണ്ട, ഈ ചലച്ചിത്രം കാലാതീതമാകുന്നതിൻ്റെ പ്രകടമായ ലക്ഷണമാണ്. ഇനിയും ഇത്തരത്തിലുള്ള ക്ലാസിക്കുകൾ ചലച്ചിത്ര പ്രേമികൾക്കായി പിറവിയെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ പുതിയ സംരംഭത്തിന് 101 ഹൃദയങ്ങളിലൂടെ 101 സിനിമകൾ എന്ന ഈ മഹാസംരംഭത്തിന് സ്നേഹപൂർവ്വം എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല.